ഹലോ വെൽക്കം ബാക്ക് ടു PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGSന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 170/2024 സ്റ്റാർട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഫസ്റ്റ് വൺ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയറ്റ് വാരി വ്യവസ്ഥ. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റയറ്റ് വാരി വ്യവസ്ഥ. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ. അപ്പം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? എ ആണ് ആൻസർ വരുന്നത്. ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ആൻഡ് ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എ ഗോപാലകൃഷ്ണ ഗോഖലെ, ബി രമേശ് ചന്ദ്രദ, സി രാധാബായ് നവറോജി, ഡി ബാലഗംഗാധര തിലക. ആരാണ് ചോർച്ച സിദ്ധാന്തത്തിൻ്റെത്? ദാദാബായ് നവറോജി. ആൻഡ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, വെല്ലസി പ്രഭു, കോൺവാലിസ് പ്രഭു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവായിരുന്നു നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൽ ലക്നൌവിലെ നേതാവായിരുന്നു താന്തിയോ തോപ്പി. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിലെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. ഇന്ത്യയുടെ പതാകയായ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസൽ ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് കറാച്ചി ആയിരുന്നു എന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? എ ജവഹർലാൽ നെഹ്റു, ബി മഹാത്മാഗാന്ധി, സി രാജഗോപാലാചാരി, ഡോക്ടർ BR അംബേദ്കർ. ആരാണ് തയ്യാറാക്കിയത്? അറിയാവുന്നതാണ് അല്ലെ, ജവഹർലാൽ നെഹ്റു ആണ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫെഡറൽ, റിപ്പബ്ലിക്, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്നറിയപ്പെടുന്നത് എന്താണ്? റിപ്പബ്ലിക് ആണ് കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ട തലവനുള്ള രാജ്യം എന്നറിയപ്പെടുന്നത് റിപ്പബ്ലിക് എന്നാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടന എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലികാവകാശങ്ങളിൽ, നിർദ്ദേശതത്വങ്ങളിൽ, ആമുഖങ്ങളിൽ, മൗലിക കടമകളിൽ. എവിടെയാണ് ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ്? നിർദ്ദേശിക തത്വങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലികാവകാശങ്ങൾ ഭാഗം 1 ഉൾപ്പെടുത്തിയിരിക്കുന്നു, മൗലികാവകാശങ്ങൾ ഭാഗം 2 ഉൾപ്പെടുത്തിയിരിക്കുന്നു, മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നു, മൗലികാവകാശങ്ങൾ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ് ആൻസർ വരുന്നത്? സി ആണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത്? ജോലി, സ്വകാര്യത, സമത്വം, വിദ്യാഭ്യാസം. 21A ഏത് അവകാശത്തിനാണ് ഉറപ്പ് നൽകുന്നത് ഇന്ത്യൻ ഭരണഘടന? ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, സൈമൺ കമ്മീഷൻ, കപൂർ കമ്മീഷൻ. മലബാറിലെ കർഷക കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്? സൈമൺ കമ്മീഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറിച്ചി കലാപത്തിന്റെ നേതാവ് പഴശ്ശിരാജ, വേലുത്തമ്പി ദളവ, രാമൻ നമ്പി, ബിർസ മുണ്ട. പഴശ്ശിരാജാവ്, വേലുത്തമ്പി ദളവ, രാമൻ നമ്പി, ബിർസ മുണ്ട. ആരാണ് കുറിച്യ കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്? രാമൻ നമ്പിയാണ് കേട്ടോ. സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ. ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ. ആരാണ്?
സർവ്വവിദ്യാധിപൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം കേരള കൗമുദി, കേരള സഞ്ചാരി, മിതവാദി, കേരള പത്രിക. കേരള കൗമുദിയുണ്ട്, കേരള സഞ്ചാരിയുണ്ട്, മിതവാദിയുണ്ട്, കേരള പത്രികയുണ്ട്. സാമൂഹ്യരാജ് അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദിയാണ് കേട്ടോ. സാമൂഹ്യമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദി. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ബാരിസ്റ്റർ ജി പി പിള്ള, ആഗമനാനന്ദൻ. സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ബാരിസ്റ്റർ ജി പി പിള്ള, ആഗമനാനന്ദൻ ആണ്. ഇതിൽ ആരാണ് കല്ലുമല പ്രക്ഷോഭത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത്? അയ്യങ്കാളിയാണ്. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. ഇന്തോനേഷ്യ, മെക്സിക്കോ, ബ്രസീൽ, സിംഗപ്പൂർ. G20 കൂട്ടായ്മയിൽ പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യധിഷ്ഠമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. ഇനി അടുത്തത്, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ആസാം, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്. ആസാം, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശാണ് ആൻസർ കേട്ടോ. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളിയിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ഫസ്റ്റ് വൺ, സംസ്ഥാന പുനഃസംഘടനാ നിയമം വന്നത് 1956 നിലവിൽ വന്നു. MN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. MN കുൻസ്രു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ഏതാണ് ആൻസർ വരുന്നത്? 2 മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ലാത്തത് 2 മാത്രമാണ് കേട്ടോ. ബാക്കി 2 ആൻസറും കറക്റ്റാണ്, 1ഉം 3ഉം. മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കട്ല, മംഗലാപുരം ഈ കൂട്ടത്തിൽ പെടാത്ത പട്ടണം ഏത്? മുംബൈ, കൊച്ചി, മധുര, ചെന്നൈ, കട്ല, മംഗലാപുരം. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മധുരയാണ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ്? വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചത്, വിവിധോദ്ദേശ പദ്ധതി. അപ്പോൾ വൈദ്യുതോൽപാദനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്, സത്ലജ് നദിയിൽ സ്ഥിതി ചെയ്യപ്പെടുന്നുണ്ട്. ജലസേചനത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് വിവിധോദ്ദേശ പദ്ധതി. ഇതിൽ താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് പ്രാധാന്യം? ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസർ ആണ്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ്? ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് തിരുവനന്തപുരം ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് അടുത്തത്, താഴെ പറയുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? അധ്യാപക പുരസ്കാരം, ധന്വന്തരി പുരസ്കാരം, ജീവൻ രക്ഷാ പതക്, പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ജീവൻ രക്ഷാ പതക്. ആൻസർ സി ആണ് കേട്ടോ. അടുത്തത്, നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗ, കാവേരി, കൃഷ്ണ, ഗോദാവരി. ഗംഗ, കാവേരി, കൃഷ്ണ, ഗോദാവരി. ഏതിലാണ്? ഗോദാവരിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണ്? വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം.
വിശാഖപട്ടണം, കൊച്ചി, തൂത്തുക്കുടി, കൃഷ്ണപട്ടണം. ഏതാണ്? തൂത്തുക്കുടിയാണ് കേട്ടോ ഏറ്റവും തെക്കേയറ്റത്തുള്ള മേജർ തുറമുഖം. ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് പേര് ലഭിച്ച പീഠഭൂമി ഏത്? ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും പേര് ലഭിച്ച പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, കച്ച് പീഠഭൂമി. ഏതാണ് ആൻസർ വരുന്നത്? ഡെക്കാൻ പീഠഭൂമി എന്നാണ് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നും ലഭിച്ചത് കേട്ടോ. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബാരാലാച്ചാല ചുരം, നാദുല ചുരം, റോഹ്താൻ ചുരം, ബെനിഹാൽ ചുരം. ബാരാലച്ചാല ചുരം, നാദുല ചുരം, റോഹ്താൻ ചുരം, ബെനിഹാൽ ചുരം. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ എ ആണ്, ബാരാലച്ചാല ചുരമാണ്. നെക്സ്റ്റ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രേഖാംശത്തിന്റെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? ഏത് രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്? 82.5 പൂർവ്വ രേഖാംശം, 68 ഡിഗ്രി കിഴക്കൻ രേഖാംശം, 84.5 പൂർവ്വ രേഖാംശം, 90 ഡിഗ്രി പൂർവ്വ രേഖാംശം. ഏത് സമയമാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. അടുത്ത 2 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആണ്. ദെൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് വില്ലേജിലാണ്? പള്ളിക്കര വില്ലേജിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രധാന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? ഡി, വൈക്കം സത്യാഗ്രഹമാണ്. താഴെ പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? താഴെ പറയുന്നതിൽ ഏത് വിളയുടെ ഉൽപാദനത്തിനാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ 2ാം സ്ഥാനമുള്ളത്? ആൻസർ കാപ്പിയാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? 1859 എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി ആരംഭിച്ചത്? എവിടെയാണ് കയറുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ആലപ്പുഴ ജില്ലയിലാണ്. സോ ആൻസർ വരുന്നത് ആലപ്പുഴയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണം എന്ന് പരാമർശിക്കുന്ന ആദ്യകാല ഗ്രന്ഥം ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? 1.25 കോടി മലയാളികളാണ് ആൻസർ വരുന്നത്. താഴെ പറയുന്നതിൽ ആനമുടിയെക്കുറിച്ച് തെറ്റായ പരാമർശം ഏതാണ്? താഴെ പറയുന്നതിൽ ആനമുടിയെക്കുറിച്ച് തെറ്റായ പരാമർശം ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി എന്ന് പറയുന്നു. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശം കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 2695 മീറ്റർ ഉയരം. ഇതിൽ ഏതാണ് തെറ്റായ പരാമർശം എന്നാണ് പറയുന്നത്? ആൻസർ വരുന്നത് സി ആണ്, കേരളത്തിലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് തെറ്റായത്. ബാക്കി ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കയറിയ കൊടുമുടിയാണ്. ഇരവികുളം ദേശീയോദ്യാനം ഉൾപ്പെടുന്ന പ്രദേശമാണിതെന്ന് പറയുന്നത്. 2695 മീറ്റർ ഉയരമുണ്ട്. കേരളത്തിലെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏത് സ്ഥലമാണ്? കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഏതാണ്? കോതമംഗലമാണ് കേട്ടോ. 2025 G20 ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ബ്രസീൽ, ഇന്ത്യ, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക. ബ്രസീൽ, ഇന്ത്യ, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക. ഏതാണ്? G20 ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൾ റഹ്മാൻ, പി രാജീവ്, AK ശശീന്ദ്രൻ, GR അനിൽ. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുൾ റഹ്മാൻ ആണ് കേട്ടോ. ലക്ഷദ്വീപ് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഏതാണ് ആൻസർ വരുന്നത്? HDFC. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ ആരാണ്? 2024 മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ പൃഥ്വിരാജ് ആണ് കേട്ടോ. 2024 ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? അപ്പം നീരജ് ചോപ്രയെ തോൽപ്പിച്ച് സ്വർണ്ണ മെഡൽ നേടിയത് പാകിസ്ഥാൻ താരം ആരാണ്? അർഷാദ് നദീമാണ്. അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ലോക നാട്ടറിവ് ദിനം എന്നാണ്?
എന്നാണ് ലോക നാട്ടറിവ് ദിനം? ഓഗസ്റ്റ് 22. ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനെതിരെയുള്ളതാണ്? ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാക് 003 വാക്സിൻ ഏത് വൈറസിനുള്ളതാണ്? ഡെങ്കി വൈറസിനുള്ളതാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാണ്? 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹെയ്മറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയത് ആരാണ്? കിലിയൻ മർഫിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമവകുപ്പ് മന്ത്രിയായ OR കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? OR കേളു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഏതാണ് ആൻസർ വരുന്നത്? മാനന്തവാടിയാണ് കേട്ടോ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി അൽഗോരിതങ്ങളുടെ നാട്, മീശക്കള്ളൻ, ഉൽക്കകൾ, ഉറ്റവർ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്പലത്തിന്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ അർജന്റീനയാണ്. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഈലോൺ മാസ്കിന്റെ കമ്പനി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഈലോൺ മാസ്കിന്റെ കമ്പനി ഏതാണ് ആൻസർ വരുന്നത്? ന്യൂറാലിങ്ക് ആണ്. ന്യൂറാലിങ്ക്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര് എന്താണ്? നീലു എന്നാണ്. നീലപ്പൊന്മാനിന് നൽകിയ പേര് നീലു. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉളിമ്പല്ല്, ചാർവണകം, കൊമ്പല്ല്, അഗ്രചാർവർണ്ണ. ഇതിലേതാണ് ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ? 2ഉം 4ഉം ആണ്. ചർവണകവും അഗ്രചർവണകവും. ഇതാണ് പല്ലുകൾ ചവച്ചരയ്ക്കാൻ. അത് ശ്രദ്ധിക്കണം. ആഹാരം ചവച്ചരയ്ക്കാനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ചർവണകവും അഗ്രചർവണകവും. സി ആണേ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഏതു വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? ഏത് വിളയുടെ സങ്കരയിനമാണ് സൽകീർത്തി? ഏത് വിളയുടെ സങ്കരയിനമാണ്? വെണ്ടയുടെ. സൽകീർത്തി വെണ്ടയുടെ. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ്? 1984 1984. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏത്? 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണ്? ഗോവയിലാണ് കേട്ടോ. ഗോവയിലാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏത്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തെ ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. വൈദ്യുത സർക്യൂട്ടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ ഏത്? ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. തുറന്ന സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. തുറന്ന സർക്യൂട്ടിൽ എന്ത് ചെയ്യത്തില്ല? ഉപകരണങ്ങൾ പ്രവർത്തിക്കത്തില്ല. തുല്യ വലിപ്പമുള്ള 2 സമതലപ്രണങ്ങൾ വച്ചിരുന്ന ഒരു വസ്തുവിന്റെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് ഡിഗ്രി എത്രയായിരിക്കും? 2 സമതല ദർപ്പണങ്ങൾക്ക് വച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രതിബിംബങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ദർപ്പണങ്ങളുടെ കോണളവ് എത്രയായിരിക്കും? 3 പ്രതിബിംബം കിട്ടണമെങ്കിൽ കോണളവ് 90 ഡിഗ്രി ആയിരിക്കും. കാന്തങ്ങളെ പറ്റിയുള്ള ചില വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം? കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന അതിന്റെ മധ്യഭാഗത്താണ്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ ഒരു ബാർ കാന്തം തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യും. ഒരു കാന്തത്തിന്റെ ദക്ഷിണധ്രുവം മറ്റൊരു കാന്തത്തിന്റെ ഉത്തരധ്രുവമായി പരസ്പരം ആകർഷിക്കും. ഏതാണ് ആൻസർ വരുന്നത്? 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. കാന്തത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവങ്ങളിലാണ്. ധാതുക്കൾ, അയിരുകൾ എന്നിവ സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? എല്ലാ ധാതുക്കളും അയിരുകളാണ്, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളല്ല. അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. ധാതുക്കൾ എല്ലായ്പ്പോഴും അവയുടെ ശുദ്ധമായ രൂപത്തിൽ കാണപ്പെടുന്നു. അയിരുകൾ എപ്പോഴും ലോഹമാണ്.
അയിരുകൾ എല്ലായ്പ്പോഴും ലോഹമല്ല. ഇതിലേതാണ് താഴെ ശരിയായിട്ടുള്ളത്? ഏതാണ് ആൻസർ വരുന്നത്? ബി ആണ്. അയിരുകളിൽ അതായത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു. വിനാഗിരി ബേക്കിംഗ് സോഡയുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകത്തിന്റെ സവിശേഷതയായി വരാവുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ഇത് തീപിടിക്കുന്ന വാതകമാണ്. വാഹനങ്ങളുടെ ടയറുകളിൽ കാറ്റടിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന വാതകമാണ്. ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഇത് രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അപ്പം വിനാഗിരി ബേക്കിംഗ് സോഡയുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അപ്പം അതിന്റെ സവിശേഷത ഏതാണ്? ഇത് തീ കെടുത്തുന്ന വാതകമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങിന്റെ പേരിൽ പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? സഹജയാണ് കേട്ടോ. ആൻസർ വരുന്നത് സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേര് കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? കോവിഡ് ആദ്യമായി പുറപ്പെട്ടത് വുഹാനിലാണ്, ചൈനയിലെ. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? പ്രമേഹം, രക്താതിമർദ്ദം, പക്ഷാഘാതം, ടൈഫോയിഡ്. ഇതിലേതാണ് ജീവിതശൈലി രോഗമല്ലാത്തത്? ടൈഫോയിഡാണ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്നത് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്? ആൻജിയോഗ്രാം, റാപ്പിഡ് ആൻജി ടെസ്റ്റ്, മാമോഗ്രാം, പാപ്സ്മിയർ. മാമോഗ്രാം ആണ് സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ്. HIV ബാധിതരുടെ ടെസ്റ്റിംഗും കൗൺസിലിംഗുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം? ജ്യോതിസ്, പുലരി, ആശ, ഉഷ. HIV ബാധിതരുടെ ടെസ്റ്റിംഗും കൗൺസിലിംഗുമായിട്ട് ഏതാണ് ആൻസർ വരുന്നത്? ജ്യോതിസ് ആണ് ആൻസർ വരുന്നത് കേട്ടോ. HIV ബാധിതരുടെ 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറത്താണ് കേട്ടോ. ആൻസർ സി ആണ്, മലപ്പുറം. ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗാണു വിബ്രിയോ ആണ്. വിബ്രിയോ. നവജാത ശിശുക്കളെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് നവജാത ശിശുക്കളിലെ ശലഭം പദ്ധതിയാണ് കേട്ടോ. ഇവരാണ് ജനന വൈകല്യം കണ്ടുപിടിക്കുന്നത്. അടുത്തത് ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കുന്ന വില കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം. ജലസ്രോതസ്സുകൾ അണുവിമുക്തമാക്കാനും വില കുറഞ്ഞതുമായ ഫലപ്രദമായ മാർഗം ബ്ലീച്ചിങ് പൗഡർ. അറിയാവുന്നതാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. താഴെ പറയുന്നതിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? JP നഡ്ഡ. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതി? അമൃതം ആരോഗ്യം. താഴെ പറയുന്നതിൽ ഏത് മാർഗേണയാണ് ഹെപ്പറ്റൈറ്റിസ് പകരുന്നത്? മുറിവുകളിൽ കൂടെ, രോഗിയുമായി മുഖാമുഖം വരുന്നതിൽ കൂടെ, വായുവിൽ കൂടെ, മലിനമായ ഭക്ഷണപാനീയങ്ങളിൽ കൂടെ. ഏത് രീതിയാണ് ഹെപ്പറ്റൈറ്റിസ് പടരുന്നത്? മലിനമായ ഭക്ഷണപാനീയങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് പടരുന്നത്. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരെന്താണ്? MAL ആണ് കേട്ടോ. MAL. താഴെ പറയുന്നവയിൽ ജന്തുജന്യ രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ ഏതെല്ലാം? നിപ്പ, പോളിയോ, എംപോക്സ്, ക്ഷയം. ഏതാണ് ആൻസർ വരുന്നത്? 1, 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത ഈ തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ്? മാത്സ് പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ആൻസേഴ്സ് ഇവിടെ പറയുന്നതാണ്. അടുത്ത വീഡിയോസ് തൊട്ട് നമ്മൾ മാത്സിൻ്റെ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഈ പ്രോബ്ലംസ് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന സംഖ്യയെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്രയാണ് കിട്ടിയത്? ആൻസർ സി ആണ് കേട്ടോ. ഇനി അടുത്തത്, ഒരു സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ് 12.9 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? 4.3 സെന്റിമീറ്റർ.
ഒരു സംഖ്യയിൽ നിന്നും 3/8 കുറച്ചും വീണ്ടും 1/8 കുറയ്ക്കുമ്പോൾ 5/12 കിട്ടുന്നു. ആദ്യത്തെ സംഖ്യ ഏതാണ്? 11/12. 1.25 മൈനസ് 0.25 ഡിവൈഡഡ് ബൈ 1.25 പ്ലസ് 0.75 എത്രയാണ് ആൻസർ വരുന്നത്? 0.5. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏത്? തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ ഏതാണ്? ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 ചതുരങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 12 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററും ആണ്. വീതി യഥാക്രമം 6ഉം 8ഉം ആണ്. അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 9:10 ആണ്. തന്നിരിക്കുന്നതിന്റെ വർഗ്ഗമൂലം എത്രയാണ്? 140. 1500 രൂപയുടെ പരസ്യവിലുള്ള ഒരു സാരി 8% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. അയാൾക്ക് 20% ലാഭം ലഭിക്കുന്നെങ്കിൽ സാരിയുടെ യഥാർത്ഥ വില എത്രയാണ്? 1150 ആണ്. +8 × +12 ഡിവൈഡഡ് ബൈ +4 × -6 എത്രയാണ് ആൻസർ വരുന്നത്? -144. 160 സെന്റിമീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകുന്നതിന് ട്രെയിൻ എടുത്ത സമയം എത്രയാണ്? 18 സെക്കൻഡ്. 1, 8, 27, 64, 125. അടുത്ത സംഖ്യ ഏതാണ്? 216 ആണ് കേട്ടോ. വിട്ടുപോയത് കണ്ടുപിടിക്കുക. 9, 11, 15, -29, 39. ഇതിലേതാണ് വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത്? ആൻസർ D 21 ആണ്. I = 828, arm = 639 എങ്കിൽ ഇയർ = എന്തായിരിക്കും? ഏതാണ് ആൻസർ വരുന്നത്? 863 ആണ് കേട്ടോ. ബാബു എ എന്ന സ്ഥലത്ത് നിന്നും യാത്ര പുറപ്പെട്ട് 6 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ബിയിലെത്തി. ബിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് സഞ്ചരിച്ച് 3 കിലോമീറ്റർ സഞ്ചരിച്ച് സിയിലെത്തി. സിയിൽ നിന്നും വീണ്ടും ഇടത്തോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തി. എയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു ഇപ്പോൾ നിൽക്കുന്നത്? എത്ര കിലോമീറ്റർ അകലെയാണ് ബാബു നിൽക്കുന്നത്? ആൻസർ ബി ആണ്. ഒരു വരിയിൽ അഞ്ജുവിന്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമത് ആളും പുറകിൽ നിന്ന് 7ാമത്തെ ആളുമാണെങ്കിൽ വരിയിൽ ആകെ എത്ര ആളുകളുണ്ട്? 17. 2.02 ഡിവൈഡഡ് ബൈ 202 എത്രയാണ്? 0.010. X is to Y = 4:3, Y is to Z = 6.5 ആയാൽ X is to Z എത്രയാണ്? 24:50. ഇപ്പോൾ വാച്ചിൽ 12 മണി. ക്ലോക്കിൽ 12.4 ആകുന്നതിന് 15 ആകുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം? 900 സെക്കൻഡ് കഴിയണം കേട്ടോ. ഓക്കെ. അഞ്ജുവിന്റെ ഇപ്പോഴത്തെ പ്രായം മകന്റെ പ്രായത്തിന് 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അതേ മകന്റെ പ്രായത്തിൽ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിന്റെ പ്രായം എത്രയാണ്? എത്രയാണ് അബുവിന്റെ പ്രായം? B 32 ആണ് കേട്ടോ. ഇനി തന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് 3ാമത്തെ ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? 1 ആൻസർ വരുന്നത് കേട്ടോ. D 1. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. നാളെ ഇനി അടുത്ത ക്വസ്റ്റ്യനായിട്ട് ഉടനെ കാണാവുന്നതാണ്. താങ്ക് യു.